അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 18 ആയത്ത് വരെ സൂറത്തുൽ മുൽക്ക് തജ്വീദ് സഹിതം ഓതി പഠിച്ചു അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് 19ാമത്തെ ആയത്തൊന്ന് നോക്കാം ട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യറൗ ഇലത് الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ തജ്വീദ് ഒന്ന് പഠിക്കാം ട്ടോ. അവലം യറൗ ഇല ത്വയ്രി. നോക്കൂ, അവലം യറൗ, ഇവിടെ അലിഫിൻ്റെ മുകളിൽ സുക്കൂൻ ഉണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞു ഈ ഒരു ഇതിന് പേര് പറഞ്ഞു അല്ലേ? എന്തായിരുന്നു ഇതിൻ്റെ പേര്? സിഫ്ർ മുസ്തത്വീൽ. ഇതിന് പ്രത്യേകിച്ച് ഒരു ശബ്ദവും ഇല്ല, നമ്മളവിടെ ഒരു ശബ്ദവും കൊടുക്കേണ്ടതില്ല കേട്ടോ. ഓക്കെ, ഇല ത്വയ്രി. ഇല ലാമിൻ്റെ കൂടെ യ വന്നിട്ടുണ്ട് അല്ലേ? മദ് ഉണ്ട്, യാ മദ് ഉണ്ട്. പക്ഷെ നമ്മളിവിടെ യാ മദ്ദിനെ നീട്ടി ഓതില്ല. കാരണം ഹംസത്തുൽ വസ്ലിൻ്റെ മുന്നേ നീട്ടാനുള്ള ലെറ്റേഴ്സ് വന്നാൽ എന്ത് ചെയ്യില്ല? അവിടെ നീട്ടി ഓതില്ല. മദ് ചെയ്യാന്ന് പറഞ്ഞാൽ നീട്ടുക, ദീർഘിപ്പിച്ച് ഓതാതെ കൂട്ടിച്ചേർത്ത് ജോയിനാക്കി ഓതുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എങ്ങനെ ഓതും? ഇല ത്വയ്രി, ഇല ത്വയ്രി. ത്വ ശബ്ദം ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ്. അപ്പോൾ ത്വന് ശ്രദ്ധയും ഉണ്ട് അല്ലേ? ത്വയ്രി, ത്വയ്രി. ഓക്കെ, ഇല ത്വയ്രി. ഇല കണ്ട, ഇവിടുന്ന് നേരെ ത്വയിലേക്ക് വന്നു അല്ലേ? ഇല ത്വയ്രി എന്ന് പറയാതെ ഇല ത്വയ്രി കൂട്ടിച്ചേർത്തോതി. കാരണം ഹംസത്തുൽ വസ്ലിന് എന്തില്ല? ഇവിടെ ഒരു ശബ്ദവും ഇല്ല. ഓക്കെ, ഫൗഖഹും സാഫാത്തിൻ. ഫൗഖഹും സാഫ. ഇവിടെ നോക്കൂ, ഇവിടെ മദ് റെഡ് കളറിൽ മദ് കണ്ട നിങ്ങൾ? നമ്മൾ ഒരുപാട് നീട്ടുന്ന ആ ഒരു സിമ്പൽ ഉണ്ട് അല്ലേ? മദ്. ഓക്കെ, മദ്ദിന് ശേഷം അടുത്ത അക്ഷരത്തിൽ എന്താണ്? ശ്രദ്ധയാണ്. അപ്പോൾ മദ്ദിന് ശേഷം ശ്രദ്ധ വന്നാൽ, ഒറ്റ പദത്തിലാണ് വന്നിരിക്കുന്നത് അല്ലേ? മദ്ദിന് ശേഷം ശ്രദ്ധ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ 6 ഹറക്കത്തിൻ്റെ ടൈം നമ്മൾ അവിടെ ദീർഘിപ്പിച്ച് ഓതണം. 6 അനക്കം ദീർഘിപ്പിച്ച് നമ്മളവിടെ ഓതണം. അപ്പോൾ എങ്ങനെ ഓതും? സാഫാത്തിൻ, സാഫാത്തിൻ. ഓക്കെ, സാഫാത്തിൻ വയഖ്ബിളൻ. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ പറഞ്ഞു തെൻവീന് വന്നിരിക്കുന്നത് വിട്ട് സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല? തിൻ, സോഫാത്തിൻ എന്ന് ഓതൂല. അവിടെ ഇനി ഈ തെൻവീന് ശേഷം വാവാണ് വരുന്നത് എങ്കിൽ നമ്മൾ എങ്ങനെ ഓതണം? അപ്പം നമ്മൾ എന്ന് പിന്നെ കൂട്ടിച്ചേർത്ത് ഓതണം. ഓക്കെ, ഓക്കെ, ഇവിടെ നമുക്ക് നിർത്താം. ജീം നിർത്തൽ അനുവദനീയമാണ്. എന്ത് ചെയ്യാം? ഇല്ലെങ്കിൽ കൂട്ടി ജോയിൻ ചെയ്ത് ഓതിപ്പോവുകയും ചെയ്യാം. ജോയിൻ ചെയ്ത് ഓതിപ്പോവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഓതുക? ഓക്കെ, അങ്ങനെ കൂട്ടിച്ചേർത്തി ഓതിപ്പോവുകയും ചെയ്യാവുന്നതാണ്. അലിഫ് മദ് ഉണ്ട്, 2 ഹറക്കത്ത് നീട്ടണം കേട്ടോ. നൂനിന് ശ്രദ്ധയുണ്ട്, പ്രത്യേകം തന്നെ കനപ്പിച്ച് ഓതി കൊടുക്കുക കേട്ടോ. ഇല്ല റഹ്മാൻ. ഇല്ല ലാമിൻ്റെ മുകളിൽ ശ്രദ്ധ കനപ്പിക്കുക. ഇല്ല റഹ്മാൻ. ഇല്ല ലാമ് കഴിഞ്ഞ്
ഹംസത്തുൽ വസ്ൽ വന്നൂല്ലേ, അവിടെ ഹംസത്തുൽ വസ്ലിന് ശബ്ദം കൊടുത്തില്ല. നമ്മൾ പറഞ്ഞതാണ് എല്ലാ ആയത്തുകളിലും ഹംസത്തുൽ വസ്ൽ അധികവും വരുന്നുണ്ട് അല്ലേ, ഒരുവിധം. ഓക്കെ, അപ്പോൾ നേരെ ലാമിൽ നിന്നും നേരെ എവിടേക്ക് പോയി? റോയിലേക്ക് പോയി. ഓക്കെ, ഇല്ലർ റഹ്മാൻ, ഇല്ലർ റഹ്മാൻ. ഇന്നഹു, ഇന്നഹു ശദ്ദ. ഇന്നഹു, ഈ ഹാൻ്റെ അടുത്ത് ഒരു കുഞ്ഞു വാവ് നമുക്ക് കാണാൻ പറ്റൂലേ. ഇവിടെ ഒരു രണ്ടനക്കം, രണ്ട് ഹറക്കത്തിൻ്റെ അളവ് നമ്മൾ നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. ഹൂ കണ്ട, ഹൂ ഒരു കുഞ്ഞു വാവ്. ഇവിടെ നമ്മൾ എന്താ ഇവിടെ ഇപ്പം എന്താ ചെയ്യാന്നുള്ള വിചാരം അല്ലേ, ചില ആളുകൾക്ക് അങ്ങനെ ഓതുമ്പോൾ ഉണ്ടാവും. അവിടെ നീട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പേരുണ്ട്, ഇവിടെ ഒരു നിയമമുണ്ട്, തജ്വീദിൻ്റെ നിയമം. മദ് സില സുഗ്റ, മദ് സില സുഗ്റ എന്നാണ് പറയുക. അപ്പം അങ്ങനെ പേര്, വലിയ പേര് ആണെങ്കിലും എന്താണ് ഉദ്ദേശിക്കുന്നത്? ചെറുതായിട്ടൊന്ന് നീട്ടിക്കൊടുക്കുക. സുഗ്റ, സുഗ്റ, സഗീറുൻ, ചെറുതായിട്ട് നീട്ടുക എന്നുള്ളതാട്ടോ. ബികുല്ലി ഷൈഇൻ ബസീർ, ബികുല്ലി ഷൈഇൻ ബ. ഇവിടെ നോക്കൂ, മീം ഒരു കുഞ്ഞ് മീം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം? ഷൈഇൻ എന്നുള്ള ശബ്ദം കൊടുക്കാതെ ഷൈഇൻ, മീമിൻ്റെ ശബ്ദമാണ് അവിടെ കൊടുക്കേണ്ടത്. ഷൈഇൻ ബസീർ, ബസീർ. ഇവിടെയും എന്താണ്? റോയിനെ ലൈറ്റാക്കലാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് 20-ാമത്തെ ആയത്ത് ഓതി നോക്കാം കേട്ടോ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുൻദുൽ ലക്കും യൻസുറുകും മിൻ ദൂനിർ റഹ്മാൻ ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. ഓക്കെ, ഇനി ഇതിൻ്റെ തജ്വീദ് നിയമം നോക്കാം. അമ്മൻ, മീമിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട് അല്ലേ. നമുക്കറിയാം നൂന് മീമ് ഈ രണ്ട് ലെറ്റേഴ്സിനെ പ്രത്യേകമായിട്ടൊന്ന് മണിച്ചു കൊടുക്കണം എന്നല്ലേ. അമ്മൻ, പെട്ടെന്ന് അമ്മൻ ഹാദല്ലദീ ഓതിപ്പോവരുത് കേട്ടോ. അമ്മൻ, ഇവിടെ നമുക്ക് നൂനിൻ്റെ മുകളിൽ സുക്കൂനിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. നമ്മൾ ഇതിൻ്റെ മുന്നേ ഒക്കെ പറഞ്ഞത് എന്തായിരുന്നു? നൂനിൻ്റെ മുകളിൽ സുക്കൂൻ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ഇഖ്ഫ ആണെന്ന് പറഞ്ഞു. അവിടെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? അവിടെ മറച്ചു പിടിക്കണം, നൂനിനെ മറച്ചു പിടിക്കണം എന്നിങ്ങനെ പറഞ്ഞു അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ നൂനിനെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പം നമ്മളവിടെ അമ്മൻ, നൂനിനെ അവിടെ വ്യക്തമായിട്ട് തന്നെ നൂനിൻ്റെ ശബ്ദം അവിടെ കൊടുക്കണം, നാവ് മുകളിൽ തട്ടണം. അമ്മൻ. ഓക്കെ, അമ്മൻ. അപ്പം അമ്മൻ ഹാദല്ലദീ. ഇവിടെ പറയുന്നൊരു നിയമമുണ്ട്. നൂനിന് ഇതുപോലെ നമ്മൾ സുക്കൂന് കാണുകയാണെങ്കിൽ അവിടെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഹാദല്ലദീ ഹുവ ജുൻദുൽ ലക്കും, ഹാദല്ലദീ. ഇവിടെ നോക്കൂ, യാ മദ് വന്നിട്ടുണ്ട്, 2 ഹറക്കത്ത് നീട്ടിക്കൊടുക്കണേ. ഹുവ ജുൻദുൽ ലക്കും. ഇവിടെ ആണെങ്കിൽ നൂനിൻ്റെ മുകളിൽ സുക്കൂന് വന്നിട്ടും ഇല്ല. അപ്പം നമ്മളെങ്ങനെ അവിടെ ജുൻദും എന്ന് പറയോ? ഇല്ല അല്ലേ. ജുൻദു, ജുൻദു. ഓക്കെ, ഇനി നോക്കൂ, അടുത്ത നോക്കൂ, ജുൻദുൽ ലക്കും. ഇവിടെ നോക്കൂ, ജുൻദുൻ ലക്കും, ജുൻദുൻ ലക്കും എന്ന് ഓതില്ല കേട്ടോ. ജുൻദുൽ ലക്കും, ജുൻദുൽ ലക്കും കൂട്ടിച്ചേർത്ത് ഓതി പോവുക, പക്ഷെ മണിക്കുന്നില്ല. അവിടെ എന്താക്കുന്നില്ല? ദുലക്കും എന്ന് മണിച്ചോതുന്നില്ല. അവിടെ കൂട്ടിച്ചേർത്തങ്ങ് ജസ്റ്റ് കൂട്ടിച്ചേർത്തങ്ങ് ഓതി പോവുകയാണ്. അപ്പോൾ ജുൻദുല്ലക്കും, ജുൻദുല്ലക്കും. ഓക്കെ, ലാമ് വന്നാൽ എന്ത് ചെയ്യണം? അവിടെ മണിക്കരുത് കേട്ടോ, മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതി പോവുക. ദുല്ലക്കും, ദുല്ലക്കും. ഓക്കെ,
യൻസുറുക്കും യൻസുറുക്കും. ഇവിടെ നമ്മുടെ നൂനുണ്ട്, സുക്കൂന് കാണാത്ത നൂനുണ്ട് അല്ലേ. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ ഒക്കെ പഠിച്ചു. അവിടെ മറച്ചു പിടിക്കണം. എന്നിട്ട് എങ്ങനെ ഓതണം? യൻസുറുക്കും അങ്ങനെ ഓതണം. ഓക്കെ. മിൻ ദൂനിർ റഹ്മാൻ. നൂന്, സുക്കൂനില്ലാത്ത നൂന്. നമ്മുടെ അത് മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ, അത് ഇഖ്ഫ ആണ് എന്നുകൂടെ മനസ്സിലാക്കണം കേട്ടോ. ഇത് ഇഖ്ഫ ആണ്. ഇഖ്ഫഇനെയാണ് ഇങ്ങനെ മറച്ചു പിടിക്കുന്നത്. ഓക്കെ. ജൂദു യൻസു. അതുപോലെ അവിടെയൊക്കെ നമ്മൾ എന്താണ് നിയമം വരുന്നത്? ഇഖ്ഫ, മറച്ചു പിടിക്കുക. ഓക്കെ. ശ്രദ്ധ. ഓക്കെ, കനപ്പിക്കണേ. മിൻ ദൂനിർ റഹ്മാൻ. ഓക്കെ, റഹ്മാൻ. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. ഇനിൽ കാഫിറൂന. നമ്മൾ നൂനിന്ന് നേരെ ലാമിലേക്ക് വന്നു അല്ലേ. നൂനിന്ന് എങ്ങോട്ട് വന്നു? ലാമിലേക്ക് വന്നു. ഓക്കെ. അപ്പോൾ ഇനിൽ, കാരണം എന്താ? ഹംസത്തുൽ വസ്ലിന് ഇവിടെ ശബ്ദമൊന്നുമില്ല. ഓക്കെ. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. കാഫിറൂന മദ്ദുണ്ട് കേട്ടോ, 2 ഹറക്കത്ത് നീട്ടണേ. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. ഓക്കെ. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. ഗൈന് തൊണ്ടേന്റെ മുകൾ ഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരാണ് ഗൈൻ. ഇല്ലാ ഫീ ഗുറൂർ. ഓക്കെ. അപ്പോൾ റഇനെ ഹെവി ആക്കിക്കൊണ്ട് വഖഫ് ചെയ്യാട്ടോ. ഗുറൂർ. ഇൻഷാ അല്ലാഹ് നമുക്ക് 21ാമത്തെ ആയത്ത് ഒന്ന് ഓതി നോക്കാം. أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ തജ്വീദ് നിയമം നോക്കാം കേട്ടോ. അമ്മൻ ഹാദ, നമ്മൾ മുകളിൽ പറഞ്ഞ അതേ നിയമം തന്നെയാണ് ഇവിടെയും വരുന്നത്. നൂനിനെ നമുക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. സുക്കൂന്, നൂനിൻ്റെ മുകളിൽ സുക്കൂന് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അവിടെ നൂനിനെ വെളിവാക്കി വളരെ വ്യക്തമായിട്ട് ഉച്ചരിക്കണം. ഉച്ചരിച്ച് അങ്ങനെ ഓതണം കേട്ടോ. അമ്മൻ ഹാദ. ഇവിടെ ഒരു നിയമത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. എന്തായിരുന്നു? ഇൽഹാർ. ഹാദല്ലദീ യർസുഖുക്കും. യർസുഖു ഒന്ന് ഖാഫാണ് അല്ലേ. ഖാഫ് തൊണ്ടേൻ്റെ നാവിൻ്റെ മൊരട് ഭാഗത്തുനിന്ന് വരുന്ന അക്ഷരമാണ് ഖ. നാവിൻ്റെ മൊരട് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അങ്ങേ അറ്റം, നാവിൻ്റെ അങ്ങേ അറ്റം ഉള്ളിലേക്ക് അല്ലേ. അപ്പോൾ ഒന്ന് ഖാഫു ആണ്, ഒന്ന് കാഫു ആണ്. യർസുഖുക്കും. ഓക്കെ. യർസുഖുക്കും. അപ്പോൾ ഖാഫ് ശ്രദ്ധിക്കണം കേട്ടോ. നാവിൻ്റെ അങ്ങേ അറ്റം, നാവിൻ്റെ മൊരട് ഭാഗം. ഓക്കെ. ഇൻ അംസക, മുകളിൽ പറഞ്ഞ അതേ നിയമം. നൂനെ വെളിവാക്കി ഉച്ചരിക്കുക വ്യക്തമായിട്ട്. ഇൻ. ഓക്കെ. അംസക റിസ്ഖഹ്. ഇവിടെ നമ്മൾ നിർത്തുകയാണെങ്കിൽ, നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. നിർത്തുകയാണെങ്കിൽ റിസ്ഖഹ് ഒരു റിസ്ഖഹു എന്ന് പറഞ്ഞിട്ടല്ല നിർത്തുക. റിസ്ഖഹ് ഒരു ഹ എന്നുള്ളൊരു സൗണ്ട് വരണം നിർത്തുകയാണെങ്കിൽ. ഓക്കെ. ഇനി കൂട്ടിച്ചേർത്ത് ഓതി പോവുകയാണെങ്കിലോ റിസ്ഖഹു. ഇവിടെ 2 ഹറക്കത്ത് നീട്ടിക്കൊടുക്കണം. ഇവിടെ കുഞ്ഞു വാവുണ്ട് അല്ലേ. വാവുൻ സഗീറുൻ, കുഞ്ഞു വാവ്. റിസ്ഖഹു. ബല്ലജ്ജു. ഇവിടെ നോക്കൂ, 2 ലാമുകൾ അല്ലേ ഒരുമിച്ച്. ഒരു ലാമിൻ്റെ മുകളിൽ സുക്കൂനൊന്നുമില്ല, മറ്റൊരു ലാമിൻ്റെ മുകളിൽ എന്തുണ്ട്? ശ്രദ്ധയുണ്ട് അല്ലേ. അപ്പോൾ ഈ 2 അക്ഷരങ്ങളിലെ ഒരേ അക്ഷരങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? കൂട്ടിച്ചേർത്ത് ഓതുകയാണ്. ഒരേ അക്ഷരങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് ഓതുകയാണ് അല്ലേ.
ബല്ലജ്ജു. അവിടെ മണിക്കുന്നൊന്നുമില്ല കേട്ടോ, മണിക്കാൻ പാടില്ല അവിടെ. ബല്ലജ്ജു. അപ്പം ഇവിടെ ഒരു നിയമം വരും. ഒരേ അക്ഷരങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് ഓതുന്നതിന് ഒരു പേര് പറയും. ഇദ്ഗാം മുതമാസിലൈൻ. ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ് ഇവിടെ ഈ നിയമത്തിന് പറയുന്നത്. ഒരേ അക്ഷരങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് ഓതിപ്പോകുന്നതിന് എന്ത് പറയും? ഇദ്ഗാം മുതമാസിലൈൻ. ഓക്കെ. ഫീ ഉതുവ്വിൻ വനുഫൂർ. ഫീ ഉതുവ്വിൻ. അയിനാണ്. ഉതുവ്വിൻ. വാവിന് ശബ്ദമുണ്ട്. ഉതുവ്വിൻ വഹ്. വാവിനെ മറ്റൊരു വാവിലേക്ക് കൂട്ടിച്ചേർത്തു അല്ലേ? വാവല്ല, തെൻവീന്. തെൻവീനിനെ എന്തിലേക്ക്? വാവിലേക്ക് കൂട്ടി. തെൻവീന് ശേഷം വാവ് വന്നാൽ എന്താണ് അവിടെ പറയുക? അവിടെ ഇദ്ഗാം ബി ഒന്ന, മണിച്ച കൂട്ടിച്ചേർക്കലാണ് അവിടെ നടക്കുന്നത്. മണിക്കണം. വനുഫൂർ. വനുഫൂർ. മണിച്ചു കൂട്ടി ചേർത്ത് ഓതണം കേട്ടോ. ഉതുവിൻ എന്ന് പറയില്ല. നമ്മൾ ഈ ഒരു കാര്യം കണ്ടാൽ തന്നെ മനസ്സിലാക്കണം. ഈ ഒരു സിമ്പല് സെപ്പറേറ്റ് ഇട്ട് കണ്ടാൽ തന്നെ മനസ്സിലാക്കണം. അവിടെ എന്താക്കാൻ പാടില്ല? ഉതുവിൻ. നൂനിൻ്റെ ശബ്ദം വരാൻ പാടില്ല കേട്ടോ. വനുഫൂർ. ഇവിടെ വാവിനെ റോയിനെ ഹെവി ആക്കലാണ് അല്ലേ? ഹെവി ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ശബ്ദം തന്നെ കൊടുക്കുക, കനപ്പിക്കുക അല്ലേ? അപ്പോൾ എപ്പോഴും അത് ഓർമ്മ വേണം കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.